ഈ പൈനാപ്പിളിനെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് അല്ലേ. അപ്പോൾ അതിനെന്ത് ചെയ്യണം എന്നാൽ ഇതേപോലെ അങ്ങോട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. എന്നിട്ട് ഓരോന്നിനും ഇതാ ഈ കാണുന്ന പോലെ അങ്ങോട്ട് തൊലി കളഞ്ഞെടുത്താൽ മതി. എങ്ങനെയുണ്ട് ഐഡിയ? നല്ല എളുപ്പത്തിൽ പൈനാപ്പിൾ നന്നാക്കൽ കഴിയൂട്ടാ. ഇനി ഉണ്ടല്ലോ ഇതിനെ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. ഞാനൊരു പൈനാപ്പിളിൻ്റെ നേർ പകുതിയായിട്ട് എടുത്തിരിക്കുന്നത്, മുഴുവൻ കൂടി എടുത്തിട്ടില്ല. ഇനി ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് എരിവിനുള്ള പച്ചമുളകും പിന്നെ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പൈനാപ്പിൾ വേവാനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ പൈനാപ്പിൾ എല്ലാം കൂടെ വേവിക്കുക. ഈ പൈനാപ്പിൾ അങ്ങോട്ട് വേവണ സമയം കൊണ്ടേ നമ്മൾ ആ ഒഴിച്ച വെള്ളം ഉണ്ടല്ലോ അതും നന്നായിട്ട് അങ്ങോട്ട് വറ്റി വന്നോട്ടേട്ടാ. ഇനി ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടുള്ളൊരു തേങ്ങാരപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് 1/4 കപ്പ് തേങ്ങയും ഒരു 4-5 ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും ഒരു 1/4 ടീസ്പൂണോളം ജീരകവും ഒരു നുള്ളു വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഈ തൈരിനുണ്ടല്ലോ വലിയ പുളിയൊന്നും ഇല്ല കേട്ടോ. ഇനി നേരെ നമ്മൾ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഓഫ് ചെയ്യണം കേട്ടോ. അത് തേങ്ങാരപ്പ് തിളക്കൊന്നും വേണ്ട. ഇനി നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടേ ഒരു ടേബിൾ സ്പൂൺ തുടങ്ങിയിട്ട് എന്തോരം വേണമെങ്കിലും പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അങ്ങോട്ട് താളിച്ചുകൊണ്ട് എടുത്താലേ നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡിയാവും. അതിന് വേണ്ടിയിട്ടേ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട്